ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസം, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇത് എന്നെ വിശ്വസിച്ചു, ഇത് എന്നെ സംഭവിച്ചു. ഇപ്പം കാറ്റും മഴയൊക്കെ അല്ലേ, നമ്മളെപ്പോഴും ഈ വചനം ചൊല്ലണം കേട്ടോ. നമുക്കുടെ നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും ഓർക്കില്ല, നമ്മൾ പ്രാർത്ഥനക്കാരെ കളിയാക്കാറുണ്ട്. വലിയ പ്രാർത്ഥനക്കാരൻ. ഞാൻ ഈ പ്രേരണൊക്കെ പോകുമ്പോൾ ഞാൻ ഹെവൻലി ഫീസ്റ്റിൽ പോയിട്ടാട്ടോ ഇതൊക്കെ പഠിച്ചതുള്ള സത്യം പറയാട്ടോ. ഞാൻ ക്രിസ്ത്യാനിയാണ്, യാക്കോവിറ്റിയാരിയാണ്. ഞാൻ ഹെവൻലി ഫീസ്റ്റിലെ അംഗമല്ല. ഞാൻ അവിടെ പ്രേയറിന് പോയിട്ട് എനിക്ക് ഒത്തിരി ചെയ്തു വന്നിട്ടുണ്ട്. എന്നാണ് ഞാൻ പറയണല്ലോ. അവരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുവിന് വേണ്ടി ഇങ്ങനെ പോണ വഴിക്ക് എല്ലാ വീടുകളും നോക്കി പ്രാർത്ഥിക്കാൻ പറയും. എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാലും നമുക്ക് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് സത്യമാണ്. ഇപ്പം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. യുദ്ധം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം ബിസിനസ്സുകാർക്ക് കഷ്ടപ്പെടായി, വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം കഷ്ടപ്പെടും. എല്ലാവർക്കും സമാധാനം, സ്വസ്ഥതയും സന്തോഷവും വേണമെങ്കിൽ എനിക്ക് ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റും. അപ്പം നമ്മളിത് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തൊന്നും വരാണ്ടിരിക്കുക. ഏശയ്യാ 60:18. ഇനി എൻ്റെ ദേശത്തെ സാഹസവും എൻ്റെ അതിനകത്ത് ശൂന്യവും നാശവും കേൾക്കിയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്ന്, എൻ്റെ വാതിലേക്ക് സ്തുതി എന്ന് പറയും. ആമേൻ ആമേൻ. അത് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ദേശത്ത് ഒരു സാഹസം ഉണ്ടാവില്ല. ഇതിങ്ങനെ ഞാനതിങ്ങനെ എപ്പോഴും വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും ഒന്നും വരരുതേ. ഇങ്ങനെ ഞാനിപ്പോഴും ഈ റോഡൊക്കെ പണിയൊക്കെ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ദൈവമേ എല്ലാവരെയും കാത്തു പരിപാലിക്കണേ. അങ്ങനെ അപ്പം നമ്മളത് പ്രാർത്ഥിക്കണം, മസ്റ്റാണ്. എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ചേഞ്ച് വന്നത് അങ്ങനെ ആ പ്രാർത്ഥനയെ പോയി. അത് കഴിഞ്ഞാൽ അത് സത്യമാട്ടോ. നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാവും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചെറുതാസറ്റ്. നമ്മൾ മഹേശ്വരി സിൽക്കിൻ്റെ ഈ കളറൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. എല്ലാം എടുക്കണം. ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഈ കളർ. ടോൺ ആട്ടോ. ഈ കളറേ ഭയങ്കര രസമുള്ള കളറല്ലേ. എത്ര റേറ്റ്? 1499. അതിൻ്റെ വേറെ ഒരു പ്രിന്റ്. ഈ കളറിൽ തന്നെ 1499 എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മഹേശ്വരി സിൽക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്കത് ഭയങ്കര മൂവിങ്ങാണ്. ഒന്നാമത് എനിക്ക് തോന്നണേ എൻ്റെ ഇഷ്ടം നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഇഷ്ടം. ശരിക്കും നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊക്കെ പറഞ്ഞ പാട്ട് പോലെ പാടാം. ഞാൻ പലതും വേറെയൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങ് വീഡിയോയിൽ ക്ലിക്ക് ആകണില്ല. എനിക്ക് മഹേശ്വരി ഇഷ്ടമായത് കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്. 1499. 2 കളറാട്ടോ. ടോൺ വന്നേക്കണേ. ഇത് മെറൂണ്. ഇതിനെത്ര? 1500. ഇത് 1599 കേട്ടോ. ആദ്യം കാണിച്ച 1499. അപ്പോൾ ഇത് ടോണല്ല, ഷോൾ ഇങ്ങനെ വരും. ടോപ്പ് കോട്ടൺ മെറൂൺ, ഷോൾ ഇങ്ങനെ വരും. ഒത്തിരി പ്രിന്റ് ഉണ്ട്. ഇതാണ് ഈ ബാത്തിക്കും മഹേശ്വരിക്കൊക്കെ സെയിം കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാം ഡിഫറെൻ്റ് ആണോ? പൊന്നെ അത് ഡിഫറെൻ്റ് ആണോ? അത് കാണിച്ചാ ഇത് കാണിക്കണം. ഇത് കാണിച്ചാണോ? ഇച്ചിരി ഇവിടെ എന്തോ പറഞ്ഞു വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ അത് കാണിക്കാത്ത എനിക്ക് അയച്ചു തന്നേന്ന് പറഞ്ഞ് വെള്ളം വെക്കണ്ടല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പർക്ക് വാട്സപ്പ് കോളിലേക്ക്. അടിപൊളി ഒരു കോട്ടാ സെറ്റ് എന്ന് വന്നാൽ കേട്ടോ. നമുക്കെന്നും കൊറിയർ ഓൺലൈനിൽ വന്ന് കെട്ടുപൊട്ടിക്കും. അപ്പോൾ ഞാൻ ഓർത്തു
ഇത് ഇട്ടിട്ട് നമ്മൾ കുറേ നാളായില്ല, പെട്ടെന്ന് പിടിച്ചിരുന്നതാണേ. അത് ഡ്രസ്സൊക്കെ എൻ്റെ മാറിയിരിക്കണേ. ഫുൾ ഓവറോൾ വർക്കേ, ബാക്ക് ഇങ്ങനെ വലിയ റേറ്റ് ഇല്ല, അതാണിത്. പെട്ടെന്ന് കോട്ടൺ ബോട്ടോ, നല്ല പേസ് ചാർട്ടും. 1399 ഉള്ളൂ. നമുക്ക് ഫങ്ഷൻ വെയറും ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓണത്തിന് പ്രസന്റ് കൊടുക്കാനും ഒക്കെ ഒത്തിരി നല്ല സെറ്റല്ലേ. കഴിവും ഒക്കെ ചെയ്യാം. എല്ലാം നല്ല നല്ല സെറ്റാട്ടോ. പെട്ടെന്ന് നിങ്ങൾ എടുത്തോ. 1399 ഉള്ളൂ. നല്ല കളർ ചാർട്ട്, നല്ല പേസ് ചാർട്ടുമാണ്. എല്ലാം ഗ്രാൻഡ് കളേഴ്സാണ്. ഏറ്റവും അധികം കനമില്ല, കഴുകാൻ പറ്റും. കോട്ടയുടെ സിൽക്കി കോട്ടയിലല്ലേ ഫുൾ ഓവറോൾ വർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ. ഓവറോൾ വർക്കും ഡാമിനും ഒക്കെയാണ് ഇപ്പം ട്രെൻഡ്. ഇത് വേണമെങ്കിൽ ഓണത്തിന് വിടാം. എല്ലാം നല്ല ഷെയ്ഡാണ്. നമ്മൾ കോട്ടാ സെറ്റ് എപ്പോഴും ഞാൻ പറയില്ലേ, ഇതാ കൊറോണ കാലത്ത് എടുത്ത കോട്ടാ സെറ്റാട്ടോ. ഇത്ര നാളെ ഇതന്ന് എനിക്ക് തോന്നേ ഈ ഒരു 100 പീസ് വിറ്റായിരുന്നു. ഇതെപ്പോൾ ഇടാനും എനിക്കിഷ്ടമാണ്. നല്ലൊരു ഗ്രാൻഡ് ലുക്കില്ലേ, കനമൊന്നുമില്ല, വലിയ തിളക്കമൊന്നും ഇല്ലെന്നുള്ളൂ. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് അതാണ്. കോട്ടയൊക്കെ എടുത്തോ കേട്ടോ. കോട്ടാ സെറ്റിൻ്റെ ഒന്നും ഫാഷൻ പോകില്ല. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ കഴുകാനും പറക്കാണ്ട് ഇതൊക്കെ കഴുകിയതാട്ടോ. ഇതൊക്കെ കഴുകാം, സ്റ്റാർച്ചും ചെയ്തു. അപ്പോൾ പെട്ടെന്നെല്ലാം എടുത്തോ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. അടിപൊളി ഒരു ജോർജറ്റിൻ്റെ സെറ്റാട്ടോ. ക്രേപ്പ് ഷോള്, ദേ ഇങ്ങനെ ഒരു ബാന്തിനിയാണോ അതോ ബാത്തിക് ഡിസൈനോ? ഒറിജിനൽ ക്രേപ്പ് ആട്ടോ. റേറ്റ് എത്രയാ? 179. ഫോട്ടോ എടുത്തില്ലേ? ഓ, ഇതിൽ ടോപ്പിലൊക്കെ താഴെയാണ് മിറർ വർക്ക്. മൊത്തത്തിൽ മിറർ വർക്ക് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ മാത്രം മിറർ വർക്ക് ഉണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനെയാണ് ഷോള്. ഫ്രണ്ടും ബാക്ക് പ്രിന്റ് ഉണ്ട് കേട്ടോ. 1799. സൂപ്പർ ഹിറ്റാണ്. 1799. ഒത്തിരി കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇത് ബ്ലാക്ക് അല്ലല്ലോ, നേവി ബ്ലൂ അല്ലേ? ബ്ലാക്ക് അല്ലട്ടോ, ഒരു നേവി ബ്ലൂ ആട്ടോ. ചിലത് ബ്ലാക്ക് അല്ലേ? ആ പോകുന്ന 1499 ആണ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. അടിപൊളി ഒരു കോട്ടൺ, പ്യുവർ കോട്ടൺ. ഷോളയിൽ ബ്ലോക്ക് പ്രിൻ്റൊക്കെ ഉണ്ട്. ഇതും ബ്ലോക്ക് പ്രിൻ്റായിട്ട് ബാക്ക് ഇങ്ങനെ, ഫ്രണ്ട് യോക്കിലൊക്കെ ഇങ്ങനെ. റേറ്റ് എത്രയാണ്? 1599 ആട്ടോ. ഓ, ഇവിടെ സെപ്പറേറ്റ് കൈക്ക് പീസ് വെച്ചിട്ടുണ്ട്, ബോർഡറൊക്കെ ഇങ്ങനെ കൊടുത്ത്. നല്ലൊരു മെറ്റീരിയൽ. 1599. മെറ്റീരിയൽ ഒത്തിരി കൂടിയ മെറ്റീരിയലാട്ടോ. ഇങ്ങനെ ഒരു സെൽഫ് ലൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആ, കൂടിയ കുർത്ത തന്നെ. ഇതിൻ്റെ ഇങ്ങനത്തെ ഈ മെറ്റീരിയലിൽ കുർത്ത വന്നപ്പോൾ ഭയങ്കര നല്ല വിലയാണ്. നല്ല പ്യുവർ കോട്ടണിലാണ്. 15 അല്ലേ? 1599 ആട്ടോ. നല്ലൊരു സെറ്റാണ്. ഇട്ടാലും നല്ലതാട്ടോ ഇത്. കോട്ടൺ ബോട്ടോ 1599. ബാക്ക് വശം ഇങ്ങനെയാണ്. ഇനിയുണ്ട് കളേഴ്സ്.
1599 വേറെ ഉണ്ടോ? അപ്പോൾ തീർന്നു, അത്രയും കളേഴ്സേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കാം. കോട്ടാ സെറ്റ്, അടിപൊളി കോട്ടാ സെറ്റ്, ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കോട്ടാ സെറ്റ്, ബോട്ടം ക്രേപ്പ് ഷോള്, ടോപ്പ് ലൈനിങ് ഈ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ലൈനിങ്ങോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ്. റേറ്റ് വന്നത് 1699 ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എടുത്തോ, നോക്കട്ടെ. അടുത്ത കളർ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അന്നേരം ഇവിടെ ക്രീമാർന്നോ ഇല്ലേ? ആ, ഇതിൻ്റെ ക്രീമാട്ടോ ഉള്ളിലത്തെ ലൈനിങ്. 1699 ആണ്. പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോ. അടിപൊളി കളർ ചാർട്ടുകളും സംഭവവികാസങ്ങളൊക്കെയാണ്. ഇത് ഗ്രാൻഡാന്ന് നോക്കി. എനിക്ക് അപ്പടി കോട്ട അല്ലെങ്കിൽ ബനാറസാട്ടോ ചുരിദാർ. ഉള്ള ചുരിദാറെല്ലാം കോട്ടയാണ്. ഇപ്പോൾ ചില സ്റ്റിഫാൻ ഷെയിനൊക്കെ പിഴിഞ്ഞ് കോട്ടയൊന്ന് കഴുകി തുടങ്ങിയാൽ ഇടാൻ ഭയങ്കര സുഖം. എത്ര കാലം കഴിഞ്ഞാൽ ഇട്ടാലും നമ്മൾ ഇങ്ങനെ ഡ്രസ് വെയിറ്റ് ഒന്നും ഇല്ലാത്ത മനുഷ്യർ നടക്കൂലേ, അതുപോലെ നടക്കാം. ഇങ്ങനെ ഒരു കനമില്ലാണ്ട്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയല്ല കേട്ടോ, ബാക്ക് ഇങ്ങനെ ഈ പ്രിൻ്റ് തന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വിത്ത് ലൈനിങ്. പാനൽ ഫ്രണ്ടിൽ മാത്രമേ കാണുള്ളൂ. പാനൽ വർക്ക്. $1699 ആണ് വിത്ത് ലൈനിങ്. കോട്ട മൊത്തം കോട്ടയൊക്കെ ഭയങ്കര വില കൂടി കേട്ടോ. കോട്ട സാരി ക്രോഷ്യോയ്ക്കൊക്കെ വില കൂടിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവരുടെ MRP നോക്കിയപ്പോൾ ഞങ്ങൾ ഇട്ടേക്കാളും വില കൂടുതൽ. 1299 എന്ന് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞത് 100 രൂപ വെച്ചെൻ്റെ പോയി. ഇതും അതുപോലെ തന്നെയാണ്. 1699 ആണ് ഇതിൻ്റെ എടുത്തതെന്ന് ഓർത്തുകൊണ്ടാണ് MRP ഇതിലിട്ടേക്കണേ. അവർ 1799 ആണ്. ഞങ്ങളാ ഇത് ഇട്ടേക്കണ വില നോക്കിയില്ല. അങ്ങനെ എന്തൊരു അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ ഇത് കയറ്റിയതാണ്. 1799 ആണ് സാധനം. നിങ്ങൾക്ക് 1699 കിട്ടണത്. ബില്ല് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമുക്ക് MRP ഇട്ട് കിട്ടുക. നമ്മളിങ്ങനെ കോട്ട സാധാരണ തന്നെ ഈ വിലയാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ 1699 ആയതാണ്. എല്ലാത്തിൻ്റെയും വില കൂടി ഇങ്ങനത്തെ സാധനങ്ങളുടെ. ഇതൊക്കെ പെട്ടെന്ന് ഡൈ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കണം. ഇതൊന്നും സ്റ്റോക്ക് വെച്ചേക്കില്ല. പണ്ടത്തെ തുണികളൊന്നുമല്ല. ഇതൊക്കെ വന്നതിന് മുമ്പേ ബുക്കിങ്ങാണ്. ഇവിടെ ഉണ്ടാക്കി കിട്ടാനുള്ള കഷ്ടപ്പാടുകളേ ഉള്ളൂ. എല്ലാം അടിപൊളി കളേഴ്സാണ്. ഒരു ഭയങ്കര ഒരു എലഗൻ ലുക്ക് തോന്നിക്കും കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങളെല്ലാം. അല്ലാതെ ഭയങ്കര രസമുള്ളത്. എനിക്കിഷ്ടമാണ് കോട്ട. കേരളത്തിനൊരു എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് കോട്ട അല്ലേ? പണ്ട് കോട്ട സാരി മാത്രം അറിഞ്ഞിട്ടുള്ളൂ. എനിക്ക് കോട്ടൺ സാരി ഇല്ലായിരുന്നു. എനിക്ക് അധികവും കോട്ട സാരിയാണ്. എനിക്ക് കോട്ട സാരി അന്നത്തെ കാലത്ത് ഇഷ്ടമാണ്. സാരി ഉടുക്കുന്ന കാലത്ത് നല്ല ബ്ലോക്ക് പ്രിന്റിൻ്റെ ബോട്ടമൊക്കെ ആട്ടോ. കോട്ടണി ബ്ലോക്ക് പ്രിന്റിൻ്റെ ബോട്ടാണ്. 1699 ആണ് വില. പെട്ടെന്ന് എടുത്തോ. വിത്ത് ലൈനിങ് ആണ് ടോപ്പ്. ഇങ്ങോട്ട് കളേഴ്സ് ഒരു കൂടി കളർ ഇറക്കണേ. പെട്ടെന്ന് എടുത്തോ. അത് കാരണം ആർക്കെങ്കിലും ചോദിച്ചാൽ കിട്ടും. ഇതിൻ്റെ ഒരേ സൈസൊന്നും ഒത്തിരി ഇല്ലല്ലോ. ഇങ്ങനെ എല്ലാം കെട്ടുംപടി എടുക്കണമല്ലോ. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്നായിക്കോട്ടെ. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യാം.
നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഫുള്ള്. അടിയിലൊരു ഹക്കോബ ഇത് കേട്ടോ, ഒരു വർക്ക് എംബ്രോയ്ഡറി ഉണ്ട്. ഹക്കോബ വിത്ത് എംബ്രോയ്ഡറി. ബാക്കും ഇങ്ങനെ കേട്ടോ, സിൽക്ക് ഷോളും ആട്ടോ. 999 ഉള്ളൂ. ആ വിലക്ക് നല്ലതല്ലേ. ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ എല്ലാം ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് കഴുകുകയൊക്കെ ചെയ്യാം. എന്നാൽ ഗ്രാൻഡാണ് ഞാൻ. അടിയിൽ ആ ബോർഡറും ഡിസൈനും. 999 ഇത് നല്ല സെറ്റാണ്. ഇതൊക്കെ ഇങ്ങനെ ഇപ്പം ഈ ഓണത്തിന് ഈ റേഷൻ പോലെ വിതരണം ചെയ്യണതാണ്. അടിപൊളി സെറ്റ് വരുമ്പോൾ നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോഴത്തേനും കിട്ടില്ല. അപ്പോൾ മെയിൻ ഇങ്ങനെ നമുക്ക് തന്നതുവരെ 1-2 സെറ്റൊക്കെ നമുക്ക് അയച്ചു തരുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേനും ഓണത്തിന് കുറേ അടിയ കിട്ടൂല. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുപോലുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇതൊക്കെ കാണണേ, എന്നൊക്കെ അയക്കണേന്ന്. നല്ല സെറ്റ് വന്നിട്ടുണ്ട്, അയക്കട്ടെ എന്ന് പറയുമ്പോൾ ഉള്ള തരത്തെ കച്ചവടം പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ബഹളമയല്ലേ. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ കിട്ടിയതാട്ടോ. കുറച്ചേ ഉള്ളൂ, സാമ്പിള് വന്ന പോലെ വന്നിട്ടേ ഉള്ളൂ. ഇപ്പം 999 ഉള്ളൂ. പെട്ടെന്ന് എടുത്ത് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ അങ്ങനെ എടുത്തല്ലേ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കും. നമുക്ക് സ്വർണ്ണക്കടയിൽ 9 ക്യാരറ്റ് വന്നു കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് വെള്ളിയുണ്ട്, പക്ഷെ വെള്ളീനേക്കാളും ലാഭമാണെന്ന് എനിക്ക് തോന്നുവാണ് 9 ക്യാരറ്റ് മേടിച്ചാലേ. 37.5, ഞാൻ ആദ്യം പറഞ്ഞത് 51 ഞാൻ കേട്ടായിരുന്നേ, സോറി. 37% അതിലെ സ്വർണം, ബാക്കി ചെമ്പായിരിക്കും. അപ്പോൾ നമുക്കതിന് ആ മെഷീനിൽ വെച്ചിട്ടെല്ലാം നോക്കി ഞാൻ കൃത്യം പറയാം കേട്ടോ. നമ്മുടെ മെഷീനിൽ വെച്ച് നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഗ്രാമിന് ഇത്ര രൂപയാണെങ്കിൽ നമ്മൾ തന്നെ വിലയ്ക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും കേട്ടോ. പേപ്പർ വിലയ്ക്ക് തന്നെ. സ്വർണത്തിന് വില കൂടുന്നതനുസരിച്ച് 9 ക്യാരറ്റിൻ്റെയും വില കൂടും, 80ൻ്റെയും വില കൂടും. എല്ലാം കണക്റ്റഡാണ് വില കൂടുന്നതനുസരിച്ച്. അപ്പോൾ തിരിച്ച് എവിടെ നിന്ന് എടുത്താലും 9 ക്യാരറ്റ് നമ്മുടെ കടയിൽ എടുക്കും കേട്ടോ. അപ്പോൾ ഈ സ്വർണം അത് മേടിച്ചാൽ തിരിച്ചെടുത്തില്ലല്ലോ, എല്ലാവർക്കും ഭയാതാ. പിന്നെ ലൈറ്റ് വെയിറ്റ് എടുക്കുമ്പോൾ ഈ പിള്ളേർക്ക് ഹോസ്റ്റലിലൊക്കെ ചിലർക്ക് ഇങ്ങനെ. അപ്പോൾ ആ സ്വർണ്ണമാലയൊക്കെ ഇടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് 916 നല്ലതാണ്. ഇങ്ങനെ 18 പണയം വരെ എടുക്കും കേട്ടോ. 9 ക്യാരറ്റ് ഇപ്പോൾ പണയം എടുക്കില്ല, ഭാവിയിൽ എടുക്കുമായിരിക്കും. അപ്പോൾ ലൈറ്റ് വെയിറ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെ അധികം പണയം വെച്ചിട്ട് ഇപ്പോൾ എന്നാ കിട്ടാനോ. 1 ഗ്രാം 2 ഗ്രാമിലൊക്കെ ഈ 9 ക്യാരറ്റൊക്കെ വന്നത്, ഹെവി വെയിറ്റിലല്ല. അപ്പോൾ ഒത്തിരി കൊലുസൊക്കെ 9 ക്യാരറ്റ് എടുക്കണല്ലേ സേഫ്. ഇപ്പോൾ 9 ക്യാരറ്റിൻ്റെ കുറേ വന്നു തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട്. 1.5 ഗ്രാമിൻ്റെയൊക്കെ മാലയ്ക്ക് നല്ല പോഴ്ച, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കടെ വീഡിയോ 9 ക്യാരറ്റിൻ്റെ ഒരു സ്വർണ്ണക്കടയിൽ കയറി നോക്ക്. അപ്പോൾ പിള്ളേർക്കൊക്കെ പ്രസൻറ്റ് കൊടുക്കാനും. ഒരു മാലയ്ക്ക് 10,000-ത്തിനടുത്തൊക്കെ വന്നത്. വില അങ്ങോട്ടും മാറുമ്പോൾ വില വ്യത്യാസം വരും കേട്ടോ. അതിലൊക്കെ ഒരു മാല കിട്ടും. ഇപ്പോൾ 10,000 രൂപയ്ക്ക് ഒരു മാല കിട്ടിയാൽ അതങ്ങനെ കടന്നോളും, പൊട്ടുമില്ല, ഒന്നുമില്ല. 9 ക്യാരറ്റിന് നല്ല ഡിമാൻഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളി മേടിക്കണേക്കാളും ലാഭമായിരിക്കും. വെള്ളിയുടെ ഓർണമെൻറ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് വലിയ ഇങ്ങനെ കാശ് കിട്ടില്ലല്ലോ. സ്വർണത്തിൻ്റെ ആ പേപ്പർ വില കിട്ടും. അതാണ് ഏറ്റവും വലിയ സംഭവം. ആ മേടിക്കണ വില തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ പിന്നെ സ്കീമിൽ പോകുന്ന ആരും മറക്കരുത് കേട്ടോ. നമുക്ക് അത് നമ്മളിങ്ങനെ സ്വർണം മേടിക്കണമെന്ന് നിങ്ങളിങ്ങനെ ഞാൻ ഇറങ്ങില്ല എന്തിനാ. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിക്കുക. നിങ്ങൾ എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട, അതിൽ നിന്ന് എന്താ കിട്ടണമെന്നൂടെ നിങ്ങൾ ചിന്തിക്കുക. സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ ഇരട്ടി കാശ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോൾ ലോകം അപ്പടി നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയില്ലേ, ലോകം അപ്പടിയും നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു സ്കീമിൽ കൂടെ കേട്ടോ. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. അപ്പം നല്ലപ്പോൾ ഇച്ചിരി സ്വർണ്ണമൊക്കെ മേടിച്ച് കൈ പിടിച്ചോ. നമുക്ക് ടൂർ പോകണ്ടേ, ചൈന, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക. ശരി എന്നാൽ എല്ലാവരെയും ശുഭ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.